ആ സാർ, ഞാൻ സാർ സുരേഷ് ചോദിച്ചോളൂ. ഗോപിയാണ്. ഞാൻ സാർ ഞാൻ കേൾക്കുന്നുണ്ട്, പറഞ്ഞോ. ഞാനിപ്പോ കൊല്ലം കമ്മീഷണറോട് സംസാരിച്ചിട്ടുണ്ട്. അവരിപ്പോ ഇതിനകത്ത് നേരിട്ട് ഇടപെടും. അവർ ഓൾറെഡി കോസ്റ്റൽ പോലീസിന് ഇതിനകത്ത് ഊർജിതമായിട്ട് ഇടപെടാനുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ നടപടികൾ അവർ തുടങ്ങിയിട്ടുണ്ടെന്നാണ് കമ്മീഷണർ മാഡം എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് അതിലൊരു നടപടി ഉണ്ടാവുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഇനി അതിലെന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ രാത്രി ട്രിവാൻഡ്രത്തേക്ക് പുറപ്പെടും. നാളെ രാവിലെ നീണ്ടകരയിലുണ്ടാവും. നിങ്ങൾ ധൈര്യമായിട്ട് വീട്ടിലേക്ക് പോവുക. ഞാന് ഇത്രയും സമയം, ഞാൻ 2 മണിക്ക് വന്ന ഇത്രയും സമയം കൊണ്ട് എനിക്ക് മനസ്സിന് തൃപ്തിയായിട്ടുള്ള ഒരു തീരുമാനത്തിൽ എത്തിപ്പെടാൻ പറ്റിയില്ല. ഞാനിങ്ങനെ സംവിധാനങ്ങൾ എന്തുകൊണ്ട് ഇത്രയും ലാഗായി എന്ന് ചോദിച്ചപ്പോഴത്തേക്ക്, എന്തുകൊണ്ട് ഇത്രയും സംവിധാനങ്ങൾ മുന്നേ ചെയ്തില്ല എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഫിഷറീസ് എന്നോട് ഇങ്ങനെയാണ് ചോദിച്ചത്, നമ്മൾ ഡിമാൻഡ് ചെയ്തില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. ഞാൻ അതും കേട്ടിട്ടാണ് പുറത്തോട്ട് ഇറങ്ങി ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഇനി എന്ത് നടപടി ഉണ്ടായാലും ഞാൻ അതിനെ മാനിക്കുന്നു. അതുമായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നു. നീണ്ടകരയിൽ കടലിൽ കാണാതായ ഗൗതമിന്റെ അമ്മയോട് സുരേഷ് ഗോപി സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾ കേട്ടത്. ഇത് കേൾക്കുന്ന സമയത്ത് നമ്മൾക്ക് എല്ലാവർക്കും ഈ അമ്മയുടെ ഒരു വിഷമം, അമ്മ അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധി എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലുള്ള പ്രത്യേകിച്ച് ഈ സുരേഷ് ഗോപി അല്ലെങ്കിൽ BJP വിരുദ്ധരായിട്ടുള്ള ആളുകൾ, ഇവരെല്ലാവരും ഒരു അവസരം കാത്തിരിക്കുകയാണ്. ചില കമന്റുകളൊക്കെ കാണുന്ന സമയത്ത് നമ്മൾക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കും. ഈ അടുത്ത കാലത്തായിട്ട് സുരേഷ് ഗോപിക്കെതിരെ കാര്യമായിട്ടുള്ള പ്രതികരണങ്ങൾ നടത്താനായിട്ട് ആർക്കും പറ്റിയിട്ടില്ല. പക്ഷെ അവസരങ്ങൾ കാത്തിരിക്കുകയാണ്. ഇപ്പോ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നാണ് തൃശ്ശൂരിലെ പുലിക്കളി സംഘങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് 24 ലക്ഷം രൂപ, ഈ തൃശ്ശൂരിലെ പുലിക്കളി സംഘം ഒരുപാട് നാളുകളായിട്ട് പലതരത്തിലുള്ള സാമ്പത്തിക വിഷയങ്ങളും എല്ലാതും ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ടീമിന് വേദിയിലേക്ക് അല്ലെങ്കിൽ നഗരത്തിലേക്ക് പുലിക്കളി വേഷത്തിൽ അതിന്റെ എല്ലാ സംവിധാനത്തോടും കൂടി ഇറങ്ങണമെങ്കിൽ ഏകദേശം 10 ലക്ഷം മുതൽ 15 ലക്ഷം രൂപ വരെ വരുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ ഈ വിഷയത്തെ എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് 24 ലക്ഷം രൂപ ഒരു താൽക്കാലിക സഹായം എന്നുള്ള രീതിയിലേക്ക് ഇദ്ദേഹം കൊടുക്കുന്നു. അപ്പോൾ ഓരോ കാര്യങ്ങളും ഘട്ടം ഘട്ടമായിട്ട് സുരേഷ് ഗോപി കൃത്യമായിട്ട് ചെയ്ത് ഒരു MP-യും കേന്ദ്രമന്ത്രിയും എന്നുള്ള നിലയിൽ തൃശ്ശൂരിൽ മാത്രമല്ല കേരളത്തിൽ ഉടനീളം അദ്ദേഹം വലിയ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുന്നു. അപ്പോൾ ഇതിന്റെ എല്ലാം ഭാഗമായിട്ട് ഒരു അമ്മയെ സംബന്ധിച്ച് ഈ ഒരു മകൻ ഇങ്ങനെ കടലിൽ കാണാതായ ഒരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള ഒരു സഹായ സഹകരണങ്ങൾ അവിടെ ഉണ്ടാകേണ്ടതുണ്ട്. പക്ഷെ ഇവരത് കൃത്യമായിട്ട് മാധ്യമങ്ങളെ മുന്നിലേക്ക് പറയുന്നുണ്ട്. ഇത്രയും ഏകദേശം 6 ദിവസങ്ങൾക്ക് ശേഷം പോലും ഈ എൻ്റെ മകനെ കണ്ടെത്തുന്നതിനായിട്ടുള്ള യാതൊരുവിധ നടപടിയും എടുക്കാനായിട്ട് ഇവിടുത്തെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇവരെല്ലാവരെയും ജയിപ്പിച്ചു വിട്ടിരിക്കുന്നത് എന്തിനാണ്? ഒരു രീതിയിലും സംസ്ഥാന സർക്കാരിന്റെ സിസ്റ്റം ഇവിടെ ഇണങ്ങിയില്ല എന്നുള്ള രീതിയിലേക്ക് അവർ മാധ്യമങ്ങളെ മുന്നിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോ ഇതുപോലെയുള്ള സാഹചര്യമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് നിലനിൽക്കുന്നത് എന്നുള്ളതിൽ നമ്മൾക്കൊരു സംശയമില്ലാതെ തന്നെ പറയാൻ സാധിക്കും. നമ്മളെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ ജനങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി ആ ആവശ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ഒരു സുരേഷ് ഗോപി, അല്ലെങ്കിൽ ഒരു ജനനായകൻ എന്നൊക്കെ നമ്മൾക്ക് പറയാൻ സാധിക്കും. അദ്ദേഹം പറയുന്ന ചില വേർഡുകൾ മാത്രം എടുത്തു വെച്ചുകൊണ്ട് ഒരു രീതിയിൽ സുരേഷ് ഗോപിയെ തൃശ്ശൂരിൽ നിന്ന് വിജയിപ്പിച്ചത് ശരിയായില്ല എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്ന ഇവിടുത്തെ കുറെ ആളുകളുണ്ട്. ഇവരെല്ലാവരും സുരേഷ് ഗോപിയെ പൂർണ്ണമായിട്ടൊരു നെഗറ്റീവ് കഥാപാത്രമാക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അടുത്ത പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് നിഷ്പ്രയാസം സുരേഷ് ഗോപി തൃശ്ശൂരിൽ പരാജയപ്പെടണം. ഇതാണ് ഇവരുടെ എല്ലാം ആഗ്രഹം. അതിനുവേണ്ടി പരമാവധി നെഗറ്റീവ് അടിക്കുക. നമ്മൾക്കറിയാം, സ്ത്രീജനങ്ങളുടെ വലിയ രീതിയിലുള്ള ഒരു പിന്തുണ തന്നെയായിരുന്നു സുരേഷ് ഗോപി തൃശ്ശൂരിൽ വിജയിക്കാനുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാരണം. ഇത് കൃത്യമായിട്ട് തന്നെ ഇവിടുത്തെ മറ്റ് ശത്രു രാഷ്ട്രീയ പാർട്ടികൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. സുരേഷ് ഗോപിക്ക് എവിടെ നിന്നാണ് ഇതുപോലുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള സ്വീകാര്യത ജനങ്ങളുടെ ഇടയിൽ കിട്ടിയത്? അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ അമ്മയുടെ അല്ലെങ്കിൽ ഈ ഒരു സ്ത്രീയുടെ മകൻ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ കാണാതായ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരോട് സംസാരിക്കുന്ന രീതി ഒരു സഹോദരിയായിട്ട് കണ്ടുകൊണ്ട് പൂർണ്ണമായിട്ടും അദ്ദേഹം എല്ലാ തരത്തിലുള്ള ഇടപെടലുകൾ കേന്ദ്ര സഹായമടക്കം ചെയ്യുകയാണ്. അതിൽ നേവി വന്നിരിക്കുന്നു. കോസ്റ്റൽ ഗാർഡുമായി ബന്ധപ്പെട്ടുണ്ട്. അവരുടെ നേവിയുടെ ഹെലികോപ്റ്റർ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ, ഹെലിപ്പാഡ് വള്ളിക്കാവിൽ, മാതാമൃതാണ്ടമ്മയുടെ വള്ളിക്കാവിൽ ഒരുക്കുന്നതിനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു. അത് ഒരുക്കി എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചിരിക്കുന്നു. അതുകൂടാതെ നേവിയുടെ
തിരച്ചിലുമായി ബന്ധപ്പെട്ടുള്ള സംവിധാനങ്ങൾ പൂർണ്ണമായിട്ടും അവിടെ ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കുന്നു. ഒരു രീതിയിലും ഇതിൽ ഒരു ഈ പയ്യനെ കണ്ടെത്തുന്നതിനായിട്ട് ഒരു ലാഘവില്ലാത്ത തരത്തിലേക്ക് പൂർണ്ണമായിട്ടും എല്ലാ കാര്യങ്ങളും സ്ലോ ആവാതെ പൂർണ്ണമായിട്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ കൊണ്ടാവുന്ന എല്ലാ രീതിയിലും ഇടപെടലും താൻ അവിടെ നടത്തുമെന്നുള്ള രീതിയിലേക്ക് അമ്മയ്ക്ക് വാക്ക് കൊടുക്കുന്ന കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് തന്നെ നമ്മൾക്കറിയാൻ സാധിക്കും സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ഏത് സമയത്താണെങ്കിലും അത് ചെയ്തു തീർക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അനാവശ്യമായിട്ടുള്ള വിഷയങ്ങളൊന്നും അദ്ദേഹം ചെയ്യാറില്ല, പറയാറുമില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാധാരണക്കാരനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കിയ ചരിത്രമേ ഉള്ളൂ. ഇതിന് ഉദാഹരണമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് മറ്റൊരു വിഷയം കൂടി ഞാൻ പറയാം. കഴിഞ്ഞ വർഷങ്ങൾക്ക് അല്ലെങ്കിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കലോത്സവവുമായി അല്ലെങ്കിൽ സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല കുട്ടികളും മികച്ച രീതിയിലുള്ള പെർഫോമൻസുകൾ നടത്താറുണ്ട്. ഈ കഴിഞ്ഞ തവണ തൃശ്ശൂർ അത് ആ ഒരു ട്രോഫി നേടിയ സമയത്ത് തൃശ്ശൂരിലെ ഇരിഞ്ഞാലക്കുട എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പെൺകുട്ടി മിമിക്രിയിൽ എ ഗ്രേഡ് നേടിയിരുന്നു. അപ്പൊ ആ കുട്ടിയുടെ ഒരു ഫോട്ടോ അടക്കം അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഒരു ഷെഡ് ആയിട്ടുള്ള ഒരു വീട്, ഈ വീടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഫോട്ടോ മലയാള മനോരമ പത്രത്തിൽ വരികയും ആ പത്രത്തിന്റെ ആ ഒരു വാർത്ത കണ്ട ഉടൻ തന്നെ സുരേഷ് ഗോപി ആ കുട്ടിയുടെ നമ്പർ സംഘടിപ്പിച്ച് അവിടുത്തെ BJPയുടെ പ്രവർത്തകരെ ഉപയോഗിച്ചുകൊണ്ട് സംഘടിപ്പിച്ച് അവരെ വീഡിയോ കോൾ വന്നുകൊണ്ട് അവരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കുകയും ഉടൻ തന്നെ ആ പെൺകുട്ടിക്ക് ഒരു വീട് തന്റെ ഭാഗത്തുനിന്നുണ്ടാകും. അങ്ങനെ ഒരു വീട് പ്രഖ്യാപിച്ചുകൊണ്ട് തന്റെ മകളുടെ ട്രസ്റ്റിൽ നിന്ന് അതിനുവേണ്ടിയുള്ള സഹായ സഹകരണങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയും അതിന്റെ വീടിന്റെ നിർമ്മാണമെല്ലാം തുടങ്ങി വെക്കുന്ന ഒരു സാഹചര്യമൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അടിസ്ഥാനപരമായിട്ട് നമ്മുടെ നാട്ടിൽ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഒരു യഥാർത്ഥത്തിൽ തന്നെ എന്തിനാണ് ഇവിടുത്തെ നാട്ടുകാർ തിരഞ്ഞെടുത്തത് എന്നുള്ളതിന്റെ പൂർണ്ണ ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയിട്ടാണ് സുരേഷ് ഗോപിയുടെ ഇവിടെ വിജയിച്ചതിന് ശേഷം മുന്നോട്ട് പോയിട്ടുള്ളത്. പക്ഷെ അതിനിടയിലും അതിന് മുന്നോടിയായിട്ടും അദ്ദേഹത്തെ തൃശ്ശൂരിൽ വിജയിപ്പിക്കാൻ പാടില്ല. BJP ചിഹ്നത്തിൽ അല്ലെങ്കിൽ താമര ചിഹ്നത്തിൽ സുരേഷ് ഗോപി വിജയിച്ചു കഴിഞ്ഞാൽ അത് നാടിന് ആപത്താണെന്നുള്ള രീതിയിലൊക്കെ സോഷ്യൽ മീഡിയ പ്രചരണം നടത്തിയിട്ടുള്ള ആളുകളാണ് നമ്മുടെ നാട്ടിൽ. അപ്പൊ നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കണം, മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിൽ ഇതുപോലെ ജനഹൃദയങ്ങളിൽ ഇടം നേടിയിട്ടുള്ള സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിന്റെ എല്ലാ വിഷയങ്ങളും കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചിട്ടുള്ള ഒരേ ഒരു നേതാവ് അത് സുരേഷ് ഗോപി തന്നെയാണ്. മറ്റൊരുപാട് കാര്യങ്ങൾ നെഗറ്റീവായിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ അവർ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരുടെ പ്രവർത്തനങ്ങൾ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ അറിയാൻ സാധിക്കും. ഒരാൾക്ക് പോലും വ്യക്തിപരമായിട്ട് യാതൊരുവിധ സഹായങ്ങളും ചെയ്യാതെ സർക്കാർ സംവിധാനങ്ങൾ മാത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾക്കറിയാം. പ്രളയം ഈ എല്ലാ വർഷവും ഇപ്പൊ കേരളത്തിൽ പരമ്പരാഗതമായിട്ട് ഒരു ആചാരം പോലെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് പ്രളയം. അത് ഓരോ പ്രദേശങ്ങളിൽ കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട പോലുള്ള ജില്ലകൾ പ്രധാനമായിട്ടും പ്രളയബാധിത ജില്ലകളായിട്ട് മാറിയിരിക്കുന്ന സാഹചര്യമാണ്. ഏത് സമയത്തും അവിടെ ഒരു ശക്തമായിട്ടുള്ള മഴ ഉണ്ടായി കഴിഞ്ഞാൽ ഇതുപോലുള്ള സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ഇതുപോലുള്ള വിഷയങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇവരുടെ ഇടപെടൽ എന്താണ്, ഇവരെന്താണ് ഇതിനൊരു പരിഹാരം കാണുന്നത്? കുട്ടനാടിനെ പോലെയുള്ള ഒരു പ്രദേശമൊക്കെ മഴ വീണ് കഴിഞ്ഞാൽ വെള്ളത്തിലാണ്, മഴക്കാലം കഴിയുന്നത് വരെ വെള്ളത്തിലാണ്. 6 മാസം വെള്ളവും 6 മാസവും കരയും. ഇതാണ് കുട്ടനാട് പോലെയുള്ള പല പ്രദേശങ്ങളിലെയും സിറ്റുവേഷൻ. അപ്പൊ ഇതിനൊന്നും പരിഹാരം കാണാനായിട്ട് LDFനോ UDFനോ ഇങ്ങനെ നിരന്തരമായിട്ട് ഇവിടെ മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും സാധിക്കുന്നില്ല. ഇത് സാധിക്കണമെങ്കിൽ കേരളത്തിൽ ഒരു ഭരണമാറ്റമാണ് ഉണ്ടാകേണ്ടത്. ആ ഭരണമാറ്റം ഉണ്ടാകണമെങ്കിൽ കേന്ദ്ര സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്ന അതേ രാഷ്ട്രീയ പ്രസ്ഥാനം കേരളം ഭരിക്കണം. അല്ലാതെ കുട്ടനാട് പോലെയുള്ള പ്രദേശങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുമെന്ന് ഇവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് നടപ്പിലാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് സുരേഷ് ഗോപിയെ പോലെയുള്ള ആളുകളുടെ പ്രാധാന്യം നമ്മുടെ കേരളത്തിൽ എത്രത്തോളം ഉണ്ട് എന്ന് ഓരോ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വരുമ്പോഴും അത് വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഈ അമ്മയുടെ കണ്ണീരൊപ്പാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. വന്ദേ മാതരം.